Holy Spirit, Holy Spirit, set my life on fire. Holy Spirit, Holy Spirit, set my life on fire. Holy Spirit, set my life on fire. Holy Spirit, set my life on fire. Come, 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 Holy Spirit, set my life on fire. Set my life on fire. May your fire fall upon everyone here. May your fire touch your people here, O Lord. Come and fill us, O mighty Holy Spirit. We are longing for your anointing, for your power, O mighty Holy Spirit. Come in your heart, come in your mind, come in your soul. വിശേഷം 5-ാമത്തെ അധ്യായം 1 മുതൽ വചനം. ദൈവവചനം ശ്രവിക്കുവാൻ ജനങ്ങൾ അവൻ ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയിലെടുത്ത് കിടക്കുന്ന അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്നും അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമോൻ പറഞ്ഞു, ഗുരു, രാത്രി നമ്മൾ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ചു, സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങൾ മുങ്ങാറാകുവോളം നിറച്ചു. ശിമോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്നും അകന്നു പോകണമേ, ഞാൻ പാപിയാണെന്ന് പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുമത്തെപ്പറ്റി ശിമോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതേപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബെദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരക്കടിപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഒരു പ്രഭാതത്തിൽ കർത്താവ് ഒരു ജനക്കൂട്ടമായിട്ട് ഈ ഗനസരത്ത് തടാകത്തിന് തീരത്ത് വരികയാണ്. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടതാണ് ഈ പത്രോസും അവൻ്റെ സഹോദരന്മാരൊക്കെ അവിടെ വല കഴുകിക്കൊണ്ടിരിക്കുക. കാരണം പ്രഭാതമാണ്. രാത്രി മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ അവർ വളരെ ദുഃഖിതരായി മനസ്സിടിഞ്ഞ് നിരാശപ്പെട്ട് വല കഴുകുകയാണ്. ആ സമയത്താണ് കർത്താവ് അവിടെ വരുന്നത്. യേശുവോട് വന്നിട്ട് സത്യം ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, യേശുവോട് വന്നത് ശിമോനെയും സെബെദീപുത്രന്മാരെയും പിടിക്കാൻ വേണ്ടിയിട്ട്. വന്നപാടെ യേശു എന്ത് ചെയ്തു? നേരെ വന്ന ശിമോൻ്റെ വള്ളത്തിൽ കയറിയിരുന്നു. ആൾക്കാരെല്ലാം ഇരിക്കുന്ന കടത്തീരത്ത് ഇരിക്കുന്നത്. പക്ഷെ അവരെ അല്ല നോക്കിയത്, ഈ കടലിൽ മീൻ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ഈ സഹോദരന്മാരെ. അവർ കേൾക്കണം. അപ്പോൾ അവിടെ ആ വഞ്ചിയിൽ ഇരുന്നുകൊണ്ട് ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി. പ്രഘോഷണം കഴിഞ്ഞു. യേശു ശിമോനോട് പറയുകയാണ്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറയുകയാണ്, മീൻ പിടിക്കാൻ വേണ്ടി ആഴത്തിലേക്ക് മാറ്റി വലയിടുക. ആഴത്തിലേക്ക് മാറ്റി വലയിടുക. അപ്പം അതിന് മറുപടിയുടെ അവൻ എന്താ പറഞ്ഞത്?
കർത്താവെ ഗുരു ഞങ്ങൾ രാത്രി ഇവിടെ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. യേശു പറഞ്ഞതനുസരിച്ച് അവര് വലയിറക്കുകയും ആഴത്തിലേക്ക് മാറ്റി വലയിട്ടു. ആ വല വലിച്ചു കയറ്റിയപ്പോൾ 2 വള്ളങ്ങൾ മുങ്ങാറാകുവോളം മത്സ്യങ്ങൾ ആ വലയിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഈ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒരു മീൻ പോലും കിട്ടാതെ നിരാശപ്പെട്ടു വന്ന അവർ രാവിലെ യേശു ഒറ്റ വാക്ക് പറയാണ്, ആഴത്തിലേക്ക് മാറ്റി വലയിടുക. കർത്താവ് പറഞ്ഞ് കേട്ടുകൊണ്ട് അവരനുസരിച്ചു. ഒരു ആഴത്തിലേക്ക് മാറ്റി വലയിട്ടു. ആ വല നിറച്ചു മത്സ്യങ്ങൾ കിട്ടി. അപ്പോൾ ഈ മത്സ്യങ്ങൾ എവിടെയായിരുന്നു? അവർക്ക് ലഭിച്ചത് സമൃദ്ധിയാണ്. അവർക്ക് ലഭിച്ചത് ആണോ? സമൃദ്ധി കിട്ടി. 2 വള്ളങ്ങൾ മുങ്ങാറാകുവോളം മത്സ്യങ്ങൾ കിട്ടി ഒറ്റ വലയിടിയിൽ. അപ്പോൾ ഈ മത്സ്യങ്ങൾ എവിടെയായിരുന്നു? അവർ രാത്രി അധ്വാനിച്ചിട്ട്, ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്, കർത്താവ് തന്നെ ഈ മത്സ്യങ്ങൾക്കോട് മാറ്റി. ഒറ്റ മീൻ പിടിക്കാൻ സമ്മതിച്ചില്ല. അതായത് കർത്താവ് പറഞ്ഞില്ല, ആഴത്തിലേക്ക് മാറ്റി വലയിടാൻ പറഞ്ഞു. വലയിട്ടപ്പോൾ ഉണ്ട് സമൃദ്ധമായ 2 വള്ളങ്ങൾ മുങ്ങാറുള്ള മത്സ്യങ്ങൾ കിട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നു, സമ്പത്തിന് വേണ്ടിയോ അല്ല മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി കിട്ടും. പക്ഷെ കർത്താവോട് പറയുകയാണ്, നിങ്ങൾ ആഴത്തിലേക്ക് മാറ്റി വലയിട്. ആഴത്തിൽ സമൃദ്ധിയുണ്ട്. ഈ മത്സ്യങ്ങളെല്ലാം ദൈവം അങ്ങ് ആഴത്തിൽ മാറ്റി നിർത്തിയിരുന്നു. ഈ വലയിടാൻ വേണ്ടി കർത്താവോട് ഒരുക്കി വെച്ചോടെ വലയിട്ടു, മത്സ്യങ്ങൾ വന്നു. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അത് ആഴത്തിലാണ്. നമ്മൾ പലപ്പോഴും മുകൾ പരപ്പിൽ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ പരിശ്രമിക്കും അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ഭൗതിക മേഖലയായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ മേഖല, അഭിഷേകത്തിൻ്റെ മേഖലയായിരിക്കാം. ഇതിലെല്ലാം ഒറ്റ ഉത്തരവുള്ളൂ, സമൃദ്ധി ആഴത്തിലുണ്ട്. നിങ്ങൾ ആഴത്തിലേക്ക് മാറ്റി വലയിടണം. എന്താണ് ഈ ആഴത്തിലേക്ക് മാറ്റി വലയിടുക? അതിനെക്കുറിച്ച് ഉത്തരവുണ്ട്. അതേ അധ്യായത്തിൽ ലൂക്കായുടെ സുവിശേഷം തന്നെയാണ്. ലൂക്കാ സുവിശേഷം അധ്യായം 6:46 മുതലുള്ള വചനം. 6:46. നിങ്ങളെന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദൃശനാണെന്ന് ഞാൻ വ്യക്തമാക്കാം. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനാണ് അവൻ. വെള്ളപ്പൊക്കമുണ്ടാവുകയും ഒഴുക്ക് അതിന്മേൽ ആഞ്ഞടിക്കുകയും ചെയ്തു. എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അത് ബലിഷ്ഠമായി പണിയപ്പെട്ടിരുന്നു. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതുവന് തുല്യനും. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. ഈ 6-ാമത്തെ അധ്യായത്തിൽ 48-ാമത്തെ വചനത്തിൽ പറയാണ്, ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനം വിട്ട് വീട് പണിയണം. എവിടെ വീട് പണിയേണ്ടത്? ആഴത്തിൽ കുഴിച്ച് പാറമേൽ വീട് പണിയണം. അപ്പോൾ ഒരു പ്രവൃത്തിയാണ് ആഴത്തിൽ കുഴിക്കണം. അത് പാറ കണ്ടെത്തുവോളം കുഴിക്കണം. എന്താണ് ഈ ആഴം എന്ന് പറയുന്നത്? നമുക്ക് എങ്ങനെ കുഴിക്കാൻ സാധിക്കും? അതിന് ഉത്തരമാണ് മർക്കോസ് സുവിശേഷം 7-ാമത്തെ അധ്യായം 20 വരുന്ന ഈശോ പറയുന്ന വചനം. മർക്കോസ് 7:20. ഒരുവൻ്റെ ഉള്ളിൽ നിന്നും അവൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എല്ലാ അശുദ്ധികളും തിന്മകളും പുറപ്പെടുന്നത്. മർക്കോസ് 7:20 വചനമാണ്. ഒരുവൻ്റെ ഉള്ളിലാണ് എല്ലാം, ഹൃദയത്തിലെല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഹൃദയത്തിൽ ഇതെല്ലാം കിടക്കുന്ന ഈ തിന്മ മുഴുവൻ ഉള്ളിൽ കിടപ്പുള്ളത് കൊണ്ട് അവിടെ ദൈവമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഉണ്ടാകുന്നില്ല. അവിടെ ദൈവത്തിൻ്റെ വചനത്തിന് അവിടെ വളരാൻ സാധിക്കുന്നില്ല. ഈ വചനം എങ്ങോട്ടാണ് പോകുന്നത്? കേൾക്കുന്ന വചനം എങ്ങോട്ടാണ് എവിടെ സ്ഥാപിക്കപ്പെടുന്നത്? നമ്മൾ കേൾക്കുന്ന വചനം എങ്ങോട്ടാണ് പോകുന്നത്? അത് ഹൃദയത്തിലാണ് സ്ഥാപിക്കപ്പെടേണ്ടത്. നമ്മുടെ മനസ്സിൻ്റെ തലത്തിൽ, ഹൃദയത്തിൽ, ചിന്തയിൽ ഇതെല്ലാം വചനത്തിന് ആധിപത്യം വരികയാണ്. പക്ഷെ ആ ഹൃദയത്തിൽ കിടക്കുന്നതാണ് മുഴുവനും പാപങ്ങളാണ്.
ആ വചനം എടുത്തു നോക്കിയേ. മർക്കോസ് സുവിശേഷം 7:20 വചനം. ഒരുവന് ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യമാണ് അശുദ്ധനാക്കുന്നത്. എന്നാൽ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നാണ് എല്ലാ തിന്മകളും പുറപ്പെടുന്നത്. ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരുവിന് ഹൃദയത്തിൽ ഇതെല്ലാം കിടക്കുകയാണ്. ഹൃദയത്തിൽ കിടക്കുന്ന ഈ തിന്മയെ ഭരിക്കുന്നത് ആരാണ്? തലമുറകൾ, അശുദ്ധാത്മാക്കൾ. അപ്പോൾ ഈ അശുദ്ധാത്മാക്കളുടെ ഭരണമാണ് ഹൃദയത്തിൽ. കർത്താവ് പറഞ്ഞ ഈ വചനപ്രകാരം മനുഷ്യൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇപ്പം ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, ദുശ്ചിന്ത എന്ന് പറഞ്ഞു. ഈ ദുശ്ചിന്തയ്ക്ക് ജീവൻ കൊടുക്കുന്ന ആരാ? മനുഷ്യൻ ചിന്തയെ സ്വാധീനിച്ചുകൊണ്ട് തിന്മയെ ചിന്തിക്കാൻ അവനെ പ്രലോഭിപ്പിക്കുന്ന ആരാണ്? അശുദ്ധാത്മാക്കളാണ്. കാരണം ചിന്ത എന്ന പ്രവൃത്തിക്ക് അതിന് ജീവനില്ല. ഇതെല്ലാം ഈ ഓരോ പ്രവൃത്തികൾക്കും അതിനൊന്നും ജീവനില്ല. പാപത്തിന് ജീവനില്ല. പാപം എവിടുന്ന് പുറപ്പെട്ടതാണ്? പിശാചിൽ നിന്ന് പുറപ്പെട്ടതാണ്. ആണോ? സാത്താൻ്റെ ഉൽപ്പന്നമാണ് പാപം. പാപത്തിന് ജീവനില്ല, വചനത്തിന് ജീവനുണ്ട്. ഹല്ലേലൂയ. കാരണം വചനം ദൈവത്തിൽ നിന്ന് വന്നതുകൊണ്ട് ജീവനുണ്ട്. അപ്പോൾ ജീവനില്ലാത്ത പാപത്തിന് ജീവൻ കൊടുക്കുന്ന ആരാണ്? അശുദ്ധാത്മാക്കളാണ്. അശുദ്ധാത്മാക്കൾ അവയെ സ്വാധീനിച്ചെങ്കിൽ മാത്രമേ അതിന് ജീവൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കാം, നമ്മുടെ കണ്ണുകളെ സ്വാധീനിക്കാം. ഓരോ രീതിയിൽ എല്ലായിടത്തും ഈ സ്വാധീനം വരികയാണ്. അതാണ് 5 ലാമന്റേഷനും വിലാപങ്ങൾ 5:7 വചനം. അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. പിതാക്കന്മാർ പാപം ചെയ്തവർ ഭരിക്കുകയും ചെയ്തു. ഞങ്ങളെ അകൃത്യങ്ങൾ വഹിക്കുന്നു. അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. അടിമകൾ, ഇതാണ് അടിമകൾ. ഈ അശുദ്ധാത്മാക്കൾ ഒരു അടിമകളാണ്, സാത്താൻ്റെ അടിമകൾ. അവർ നമ്മളെ ഭരിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തെ ഭരിക്കുകയാണ്. അപ്പോൾ ഈ അടിമകളുടെ ഭരണം ഉള്ളിൽ കിടപ്പുള്ളത് കൊണ്ട് അവിടെ വചനത്തിന് വളരാൻ പറ്റില്ല. അത് മുഴുവൻ കളകളാണ്. ഈ കളകളുടെ ഇടയിലേക്ക് ഗോതമ്പ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗോതമ്പിനെ കള മൂടിക്കളയത്തേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുന്നു, ഹൃദയത്തിൽ ശുദ്ധീകരണം സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ട് വചനം കിളിർക്കുന്നില്ല. വചനമില്ലെങ്കിൽ പരിശുദ്ധാത്മാവില്ല, പരിശുദ്ധാത്മാവില്ലെങ്കിൽ അഭിഷേകമില്ല, അനുഗ്രഹവുമില്ല. ഇതാ സംഭവിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടുന്നതാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ആ ഹൃദയത്തിൽ കിടക്കുന്ന ശുദ്ധീകരണം സംഭവിക്കണമെങ്കിൽ ഈ അശുദ്ധാത്മാക്കൾ വിട്ടുപോയേ പറ്റൂ. ഇവിടെ ആരും സാക്ഷ്യപ്പെടുത്തി പറഞ്ഞല്ലോ, ഈ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായി തലമുറകളുടെ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത. അങ്ങനെ പ്രാർത്ഥിച്ചു, അത് അനുഗ്രഹമായിട്ട് മാറിയെന്നൊരു സാക്ഷി ഞാൻ കേട്ടു ഇവിടെ. ഇപ്പോൾ തലമുറകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന നമ്മുടെ രഹസ്യം അവിടെയാണ്, നമ്മുടെ വിജയം അവിടെയാണ്. അത് ലോകത്തിനത് അത്ര അറിയില്ല. അപ്പോൾ യേശു പറയാണ്, നിങ്ങൾ ആഴത്തിൽ കുഴിക്കാൻ പറഞ്ഞു. ഈ കുഴിക്കാൻ വരെ കിടക്കുന്ന കിടക്കുന്ന ഈ തലമുറകളാണ്. കല്ലും പാറയുടെ ഒരു കിടക്കയാണ്. കഠിന ഹൃദയരായ, അനുതാപവും പശ്ചാത്താപവും ഇല്ലാത്ത രീതിയിൽ കൊടിയ പാപത്തിന് അടിപൊളി കിടക്കുന്ന നമ്മുടെ തലമുറകളാണ്. ഈശോ പറയുന്നത്, നിങ്ങൾ കുഴിക്കുക, ആഴത്തിൽ കുഴിച്ച് പാറ കണ്ടെത്തണം. പാറ കണ്ടെത്തുവോളം നിങ്ങൾ കുഴിക്കണം. എങ്ങനെ കുഴിക്കാൻ പറ്റും? കുഴിക്കാൻ തൂമ്പായോ പിക്കാസോ ഒന്നും കൊണ്ടൊരു കാര്യമില്ല. ഇത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ്. ഈ ആത്മാക്കളെ പുറത്ത് ചാടിക്കണം. ഹല്ലേലൂയ. അതിനൊരു ആയുധമുണ്ട്. എന്താണത്? ജപമാല എന്ന ആയുധം. ഈ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ തലമുറകളെ നമ്മൾ സമർപ്പിക്കുകയും അവരെ ബന്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസത്തിന് തോതനുസരിച്ച് അവർ വിട്ടുപോയിക്കൊണ്ടിരിക്കും. ഇന്ന് തന്നെ അവർ ഇന്ന് ആ അഭിഷേകം വന്നതിന് ശേഷമുള്ള ശുശ്രൂഷയിൽ ഞാൻ കണ്ടത് വളരെയേറെ ആത്മാക്കളെയാണ് കണ്ടു. വളരെയേറെ ആത്മാക്കൾ. അതോ കാണിച്ച് കാരുണ്യമാണത്. നമ്മളെല്ലാ ശരീരത്തിലോ ഹൃദയത്തിലൊക്കെ സ്വാധീനം പിടിച്ച് കടന്നിരുന്ന, കുട്ടിപ്പിടിച്ച് കിടന്ന അനേകരെ പുറത്ത് ചാടിച്ചു. ഹല്ലേലൂയ. നമ്മുടെ രക്തത്തിലും നമ്മുടെ അവയവങ്ങളും നമ്മുടെ മനസ്സിലും ഹൃദയത്തിലൊക്കെ അവരുടെ സ്വാധീനം ശക്തമാണ്. ആത്മാക്കളുടെ സ്വാധീനം അത് മനുഷ്യരിലുള്ളതിന് തെളിവാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. ആത്മാക്കൾ വെളിപ്പെട്ട് വരുന്നു, അശുദ്ധാത്മാക്കളെ പുറത്താകുന്നത്.
അത് എല്ലാവരും സംഭവിക്കണമെന്നില്ല. പക്ഷെ കർത്താവ് അടയാളം കാണിച്ചു തരികയാണ്. പരിശുദ്ധാത്മാക്കൾ മനുഷ്യരെ സ്വാധീനിക്കുന്നു, ആവശ്യിക്കുന്നു, അവരെ പുറത്താക്കുന്നു. പക്ഷെ അതല്ലാതെ എല്ലാ മനുഷ്യ ശരീരത്തിൽ എല്ലാ വിശുദ്ധമായ ശരീരത്തിൽ ആത്മാക്കളുടെ സ്വാധീനമുണ്ട്. എത്ര വിശുദ്ധന്മാരാണെങ്കിലും തലമുറകളുടെ സ്വാധീനം ഇല്ലാത്ത ഒരു മനുഷ്യ ലോകത്തിലില്ല. അതില്ലാതിരുന്നത് കർത്താവ് ഈശോയും പരിശുദ്ധ കന്യാമറിയും ഒഴികെ ബാക്കി എല്ലാവരുടെയും മേലെ ആ സ്വാധീനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന കാരണമാണ് സ്പിരിറ്റിൻ്റെ അഭിഷേകത്തിലൂടെ ഇന്ന് ദൈവം ഈ ആത്മാക്കളൊക്കെ പുറത്ത് ചാടിച്ചത്. ഹല്ലേലൂയ. നമ്മളെ സ്വതന്ത്രമാക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് പറഞ്ഞത് ആഴത്തിൽ കുഴിക്കണം. നമുക്ക് വിടുതൽ കിട്ടുമ്പോൾ നമ്മൾ കുഴിക്കണം. അതാണ് പാറ എന്ന് പറയുക. ഉറപ്പുള്ള പാറമേലാണ് വീട് പണിയേണ്ടത്. ഇല്ലെങ്കിൽ ഒരു കാറ്റടിക്കുമ്പോൾ ഒരു വെള്ളപ്പൊക്കം വന്നു, വീട് താഴെ പോയി. അങ്ങനെ ആകരുത് നിങ്ങൾ. അങ്ങനെ ആകരുത് സ്പിരിറ്റിൻ്റെ മക്കൾ. നമ്മൾ വിശ്വാസത്തിലും വിശുദ്ധിയിലും 2 ആയുധങ്ങൾ നമുക്കുള്ളൂ. 1 വചനം, 2 ജപമാല. 1 വചനം, 2 ജപമാല. ഈ 2 ആയുധങ്ങൾ ഉണ്ടെങ്കിൽ ഒരിക്കലും തോക്കില്ല. വചനം തോറും വചനം അനുസരിക്കണം. അതിന് പ്രകാരം ജീവിക്കുക. വചനമനുസരിച്ച് ജീവിക്കുക. 2 ജപമാല മുടക്കം വരുത്തരുത്. അങ്ങനെ ഈ അവസ്ഥ ജീവിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ കുഴിക്കപ്പെടുകയാണ്. ഉള്ളിലുള്ള തിന്മ, അശുദ്ധാത്മാക്കൾ വിട്ടുപോകുന്നു. 1 by 1 ആയിട്ട് വിട്ടുമാറും. ഹൃദയം സ്വതന്ത്രമാകും, വിശുദ്ധീകരിക്കപ്പെടും. അവിടെയാണ് നമ്മൾ ആത്മീയ ഭവനം പണിത് ഉയർത്തുന്നതെങ്കിൽ അതിനെ ഇളക്കാൻ ഒരു സാത്താനെ കൊണ്ട് പറ്റില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ സ്വയം ചിന്തിച്ച് നോക്കുക. ഒരു ദിവസം ഒരു 153 മണി ജപമെങ്കിലും ചൊല്ലുന്ന എത്ര പേര് നീ ചൊല്ലുന്നുണ്ടോ? പലരും പറയും ഒരു 50 ചൊല്ലാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ചൊല്ലാൻ പോയിരിക്കും, ചൊല്ലാൻ പറ്റുന്നില്ല, മുടിഞ്ഞു പോവുകയാണ്, അല്ല ഉറക്കം വരികയാണ്. നമ്മൾ ജയിക്കണം. പരിപാടി നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാത്ത തിന്മയുണ്ട്, പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്ത തിന്മ നമ്മളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അത് നമ്മൾ ദൈവത്തിന് മുമ്പ് കരഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ജപമാല ചൊല്ലാൻ പറ്റുന്നില്ല, എനിക്ക് ഏകാഗ്രമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അതിനെ ജയിക്കാനുള്ള വഴിയാണ് ഉപവാസം. ഒരാഴ്ചയിൽ ഒരു ദിവസങ്ങളിൽ ഒരു നേരം ഉപവസിച്ച് കഴിഞ്ഞാൽ, അത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ അങ്ങനെ ദിവസങ്ങൾ ഒരു നേരം ആഹാരം ഒഴിവാക്കി ഉപവസിച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളൊരു നിയമമായിട്ട് എടുത്ത് ഇത്ര ദിവസങ്ങൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ബന്ധനം തകർക്കപ്പെടും. അത് പറഞ്ഞില്ലേ, ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അല്ലാതെ ഈ വർഗം പുറത്തു പോകില്ല. അപ്പോൾ നമ്മളിൽ കിടന്നുകൊണ്ട് നമ്മളെ സ്വാധീനിച്ചുകൊണ്ട് നമ്മളെ കീഴ്പ്പെടുത്തുന്ന നമ്മുടെ തന്നെ തലമുറകൾ, അടിമകൾ, അവരെ പുറത്താക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു വഴിയില്ലയോ? ഉപവാസത്തിലേക്ക് വരണം. അത് ഒരു ദിവസം ഒന്നും കഴിക്കാണ്ടിരിക്കുന്ന ഉപവാസം എടുക്കരുത്. അത് അപകടമാണ്. ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കി പല ദിവസങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. അങ്ങനെ എടുത്തു കഴിയുമ്പോഴേക്കും ആ പ്രാർത്ഥന ദൈവം കാണുക. കാരണം ഈ അശുദ്ധാത്മാക്കളെ പുറത്താക്കാനുള്ള വഴി ദൈവം പറഞ്ഞു തന്നിരിക്കുകയാണ് നമുക്ക്, ഉപവാസവും പ്രാർത്ഥനയും. അപ്പോൾ ഒരു ഉപവസിക്കുമ്പോൾ കർത്താവ് കാണുന്നുണ്ട്. നീ പറയും കർത്താവ് ഞാൻ ഉപവസിക്കുക, ഈ നിയോഗപ്രകാരം ഉപവസിക്കുകയാണ്, അത് ദൈവം കാണുകയാണ്. കർത്താവ് പറഞ്ഞു തന്നത് നീ ഉപവസിക്കാൻ പറഞ്ഞത്. അപ്പോൾ കർത്താവ് ചുമ്മാ ഇരിക്കൂ? ഇല്ല, തീർച്ചയായിട്ടും ഉപവസിക്കാൻ കർത്താവ് വിടുവിക്കും, അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ പ്രാർത്ഥിക്കേണ്ട മേഖലയായ ആത്മാക്കളുടെ മേഖല. അതാണ് നമ്മൾ കുഴിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിലാണ് കുഴിക്കേണ്ടത്. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അട്ടിയിട്ട് കിടക്കുകയാണ് ആത്മാക്കൾ. അത് അബോധ മനസ്സ്, ഹൃദയത്തിൻ്റെ ഭാഗമായ അബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ തലമുറകളുമായിട്ട് നരകവുമായിട്ട് ഏറ്റവും വലിയ ബന്ധപ്പെടുന്ന മേഖലയാണ് അബോധ മനസ്സ്. ഉപബോധ മനസ്സെന്ന് പറയുന്നത് നമ്മൾ ഓർമ്മയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. ബോധ മനസ്സ് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അബോധ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളാണ്. നമുക്കറിയില്ല, നമുക്ക് ഒന്നും അറിയില്ല. നമ്മുടെ കഴിഞ്ഞുപോയ തലമുറകളുമായിട്ട് ഏറ്റവും അധികം ബന്ധമുള്ള നമ്മുടെ അബോധ മനസ്സാണ്. അത് എന്തുമാത്രം നമ്മൾ പ്രാർത്ഥിച്ചാലോ നഷ്ടപ്പെട്ടു കിടക്കുന്ന ആത്മാക്കൾ ഏറ്റവും അധികമായി നമ്മൾ സ്വാധീനം ചെലുത്തുന്നത് നമ്മുടെ അബോധ മനസ്സ് വഴിയായിട്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടത് അബോധ മനസ്സ് വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ ഉദരത്തിൽ ഉരുവായ നിമിഷം മുതൽ ഞാൻ അവിടെ ആയിരുന്ന 9 മാസവും ദിവസങ്ങളും, ജനിച്ചതിന് ശേഷം ദൈവം എൻ്റെ 1, 2, 3, 4 വയസ്സ് വരെയുള്ള കാലഘട്ടം എനിക്ക് ഓർമ്മയില്ലാത്ത എല്ലാം അവിടെയാണ് അടിഞ്ഞു കിടക്കുന്നത് അബോധ മനസ്സിൽ.
ഇനി അതിങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 10, 15, 20 വയസ്സ് പ്രായമായി ഓർമ്മയില്ലാത്ത ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം കിടക്കുന്ന അബോധ മനസ്സിൽ സംഭവിച്ചതാണ്. പക്ഷെ ഓർമ്മയില്ല, അബോധ മനസ്സില്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പിൽ പറയണം, കർത്താവ്, എനിക്ക് ഓർമ്മയില്ലാത്ത എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഞാൻ തന്നെ ചെയ്തു പോയ അനേകം പാപങ്ങളുടെ സ്വാധീനങ്ങൾ, അതിലൂടെ വന്ന അശുദ്ധാത്മാക്കൾ എൻ്റെ ഉള്ളിലുണ്ട്. അവിടുന്ന് അവയെ കീഴ്പ്പെടുത്തണമേ. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ജപമാല അർപ്പിക്കുന്നു, ഞാൻ വചനപ്രകാരം ജീവിക്കുന്നു. കർത്താവേ, അവിടുത്തെ വാഗ്ദാനം വെച്ച് എന്നെ വിടുവിക്കണമേ, എന്നെ മോചിപ്പിക്കണമേ. ദൈവം നീതിമാനായതുകൊണ്ട് ദൈവം ഇടപെടും, നമ്മളെ വിടുവിക്കും. ഹല്ലേലൂയ, ഉറക്കെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരന്തരമായ പ്രാർത്ഥന. ഈ 2026 നമ്മൾ കേട്ട ഈ 3 അനുഗ്രഹങ്ങൾ, അനുഗ്രഹത്തിലും അനുഗ്രഹത്തിലേക്ക്, അഭിഷേകത്തിലും അഭിഷേകത്തിലേക്ക്, സമൃദ്ധിയിലും സമൃദ്ധിയിലേക്ക്. സമൃദ്ധി ഈ വർഷം നമ്മൾ സമൃദ്ധി അനുഭവിക്കണം. ഒരു അനുഗ്രഹം മാത്രമല്ല, സമൃദ്ധി, അബൻഡൻസ്. അത് എല്ലാ മേഖലകളിലും സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അതെല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം നമുക്ക് അനുഗ്രഹമായിരുന്നു, ഈ വർഷം നമ്മൾ സമൃദ്ധിയാണ്, സമൃദ്ധിയാണ്, മിച്ചമാണ് സമൃദ്ധി എന്ന് പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ നമ്മൾ കേട്ടു, ഈ സമൃദ്ധി കിടക്കുന്നത് എവിടെയാണ്? ആഴത്തിലാണ് സമൃദ്ധി കിടക്കുന്നത്. നമ്മൾ കണ്ടെത്തണം. നമ്മളെല്ലാം ആഴത്തിൽ സമൃദ്ധി കിടപ്പുണ്ട്. നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ പറ്റാത്ത വണ്ണം നമ്മൾ തടസ്സപ്പെടുന്നത് നമ്മുടെ തലമുറകളാണ്, നമ്മുടെ തന്നെ തലമുറകളാണ്. നമുക്ക് സാമ്പത്തിക അനുഗ്രഹം നമ്മൾ ഉണ്ടാകരുത്. നമ്മുടെ തന്നെ കുടുംബങ്ങളിൽ മരിച്ചു പോയിട്ടുള്ള, ദാരിദ്ര്യത്തിൽ ജീവിച്ച് മരിച്ചു പോയ തലമുറകൾ, അസൂയ പോണ്ട അശുദ്ധാത്മാക്കൾ, അവർ നമുക്ക് എതിരി നിൽക്കുകയാണ്. നീ അനുഗ്രഹിക്കപ്പെടണ്ട, എനിക്ക് കിട്ടാത്തത് എന്നെ കിട്ടണ്ട, അതാണ് അവരുടെ നയം. പക്ഷെ ഇവിടെ നമ്മൾ ജപമാലയെന്ന് ആയുധം വെച്ചുകൊണ്ട് നമ്മൾ ഹൃദയം കുഴിച്ച് ഇങ്ങനെയുള്ള ആത്മാക്കളൊക്കെ നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് സ്വയം ബന്ധിച്ച് പ്രാർത്ഥിക്കാം നമ്മളിലുള്ള ആത്മാക്കളെ. ആ പ്രാർത്ഥനയിലൂടെ ഇവരെയൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റും, ആഴത്തിൽ കുഴിക്കാൻ പറ്റും, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റും, അശുദ്ധാത്മ വിട്ടു മാറും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ കൈവിട്ട് പിടിക്കാൻ സ്വർഗത്തിലേക്ക് നമുക്ക് ഈശോയോട് പറയാം, കർത്താവേ, അവിടുന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. മാർക്കോസ് സുവിശേഷം 7-ാം അധ്യായം 20 വചനത്തിലൂടെ, ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ്, ഹൃദയത്തിൽ നിന്നെല്ലാം അശുദ്ധിയും എല്ലാ തിന്മയും പുറപ്പെടുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ കിടക്കുന്ന ഒത്തിരിയേറെ തിന്മയുണ്ട്, ഒത്തിരിയേറെ അശുദ്ധിയും ഒത്തിരി മ്ലേച്ഛതയും ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഇതേ ഭരിക്കുന്ന ഞങ്ങളുടെ തലമുറകൾ, അടിമകൾ ഞങ്ങളെ ഭരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ തലമുറകൾ, അവർ തന്നെയാണ് ഇതിൻ്റെ ഉറവിടങ്ങൾ, അവർ തന്നെയാണ് ഈ പാപത്തിൻ്റെ, അവരിലൂടെയാണ് ഇത് വന്നിരിക്കുന്നത്. പല പിതാക്കന്മാരും വ്യഭിചാരം ജീവിച്ചവരാണ്, ഏറ്റവും മ്ലേച്ഛമായി ജീവിച്ചവരാണ് പിതാക്കന്മാർ. അവർ ചെയ്തു പോയ പാപമാണ് ഞങ്ങളിലേക്ക് പകരപ്പെട്ട്, ഞങ്ങളുടെ രക്തത്തിലേക്ക് പകരപ്പെട്ടിട്ടുള്ളത്. അനേകം പിതാക്കന്മാരും കൊലപാതകത്തിൽ ജീവിച്ചവരാണ്, അവർ പ്രതികാരത്തിലും വെറുപ്പിലും ജീവിച്ചിട്ടുള്ളവരാണ്. ദൈവമേ, അവരുടെ പാപം രക്തത്തിലൂടെ ഞങ്ങളിലേക്ക് പകരപ്പെട്ടു. ഞങ്ങളുടെ രക്തത്തിലതുണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്, ഞങ്ങളുടെ അവയവങ്ങളിലതുണ്ട്. ഇതിൽ ഓരോ പാപങ്ങളും അവർ മദ്യപിച്ചു, മദ്യത്തിൻ്റെ ആധിപത്യങ്ങൾ, അവർ കുടിച്ച മദ്യത്തിൻ്റെ സ്വാധീനം ഞങ്ങളിലേക്ക് പകരപ്പെട്ട്, ഞങ്ങളുടെ രക്തത്തിലേക്ക് പകരപ്പെട്ട്, അത് രക്തത്തിലും ഹൃദയത്തിലും ഒക്കെ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. 1-ാം പ്രമാണ ലംഘനത്തിന് തുല്യമായ ഒരു ബന്ധനമാണ് മദ്യപാനം. വേണ്ടിയിട്ട് പറയാണ്, 1-ാം പ്രമാണ ലംഘനത്തിന് തുല്യമായ ഒരു ബന്ധനമാണ് മദ്യപാനം എന്ന് അറിഞ്ഞിരിക്കണം. ഇത് പറഞ്ഞതിന് കാരണം, അനേകം മനുഷ്യരിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കനത്ത ഇരുട്ട് കാണും അവരുടെ മേലെ. അവിടെ ദൈവത്തിൻ്റെ യാതൊരു അനുഗ്രഹവുമില്ല. അപ്പോൾ ഇത് മിക്കവാറും സംഭവിക്കുക ഇത് 1-ാം പ്രമാണ ലംഘനം വഴിയാണ്. അപ്പോൾ ഒരു പറയില്ല, അങ്ങനെ സംഭവം ഉണ്ടായിട്ടേ ഇല്ല. ഇത് അനേകം പേര് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉറവിടം തേടി ചെന്നപ്പോഴാണ് മനസ്സിലായത് മദ്യപാനമാണത്. വീട്ടിലെ അപ്പനോ അമ്മയോ മദ്യപാനികളാണെങ്കിൽ അവർ കുടിച്ച മദ്യത്തിൻ്റെ സ്വാധീനം അത് മക്കളിലേക്ക് അതുപോലെ ചെന്നിട്ടുണ്ട്. അത് വലിയ തിന്മയായിട്ട് കിടക്കുകയാണ്. അവർ കിടക്കുന്ന വലിയ കനത്ത ഇരുട്ടായിട്ട് കിടക്കുകയാണ്. അവിടെ ഒരു ദൈവാനുഗ്രഹം കടന്നു വരില്ല. ഉണങ്ങിയവരുടെ ഭൂമി പോലെയാണ് അവളം. ആ മേഖലയെ ബന്ധിച്ച് പ്രാർത്ഥിച്ച് ആ മദ്യത്തിൽ ജീവിച്ച് മരിച്ചുപോയ അപ്പനെ അമ്മയോ അല്ല വലിയപ്പനോ വലിയമ്മയോ ഒക്കെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള വിടുതൽ പ്രാർത്ഥനയിലൂടെ അവർ രക്ഷപ്പെട്ടാലും ഇതാരിലേക്ക് വന്നിട്ടുണ്ടോ അയാൾ പ്രാർത്ഥിക്കണം. എൻ്റെ മാതാപിതാക്കന്മാരിലൂടെയോ എന്നിലേക്ക് പകരപ്പെട്ട് എൻ്റെ രക്തത്തിലും ശരീരത്തിലും കിടക്കുന്ന ഈ മദ്യത്തിൻ്റെ പിശാചിനെ, മദ്യത്തിൻ്റെ സ്വാധീനങ്ങളെ അവിടുന്ന് തകർത്ത് കളയണമേ.
എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന ഇരുട്ട് ബാധിച്ച് കിടക്കുന്ന ഈ മദ്യത്തിൻ്റെ സ്വാധീനങ്ങളെ അവിടുന്ന് തകർത്ത് കളയണമേ. കർത്താവേ, എന്നെ സ്വതന്ത്രമാക്കണമേ. ഞാൻ അറിഞ്ഞല്ല, ഞാൻ കുടിച്ചിട്ടില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, ഞാൻ ആ പാപം ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ മേൽ ആ പാപത്തിൻ്റെ ഭരണമുണ്ട്. അതെൻ്റെ പിതാക്കന്മാർ സമ്മാനിച്ചതാണ്. ഞാൻ അവരോട് ക്ഷമിക്കുന്നു കർത്താവേ. ഞാൻ പിതാക്കന്മാരോട് ക്ഷമിക്കുന്നു കർത്താവിനെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപം ക്ഷമിച്ച് അവരെ അവിടുന്ന് രക്ഷ നൽകണമേ. എന്നെ പിടിപ്പിക്കണേ കർത്താവേ. എനിക്ക് അങ്ങയുടെ മകനായിട്ട് മകളായിട്ട് ജീവിക്കണം എന്ന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ ശാപത്തെ ബന്ധത്തെ പിഴുതുമാറ്റി എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. സ്തുതിക്കാം, സ്വന്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ.